സൗഹൃദം എന്ന് പറയുന്ന ഈ ചേർന്നിരിക്കൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമുക്ക് സാധ്യമാകുകയാണ്. നമ്മളൊക്കെ അവസാനമായി കണ്ടത് ഏതെങ്കിലും ഷഹീൻ ബാഗിലെ സമര പോരാട്ടത്തിൽ നിന്നായിരിക്കാം. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് കണ്ടുമുട്ടുമ്പോൾ അതിന് വലിയ മഹിമയും മാധുര്യവും മഹത്വവുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം മനുഷ്യര് ചേർന്നിരിക്കുന്നതിൽ വലിയ ശക്തിയുണ്ടെന്നും മനുഷ്യര് ചേർന്നിരുന്ന് സംസാരിക്കുകയും ചേർത്ത് പിടിക്കുകയും, അല്ലെങ്കിൽ ഇതൊക്കെ കൊറോണ നമുക്ക് വലിയ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യരുടെ സാമീപ്യം തന്നെ വലിയ ശക്തിയാണ് എന്ന് വിശ്വസിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. നിരന്തരമായ ഓൺലൈൻ പരിപാടികളുമായി നിരന്തരമായി ഇവരെയൊക്കെ ബന്ധപ്പെടുകയും അല്ലെങ്കിൽ നിരന്തരമായ ഓൺലൈൻ പരിപാടികളിലൂടെ കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇനി നമുക്കൊരു ഒരുമിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയായിരുന്നു എപ്പോഴും മനസ്സിലുണ്ടായിരുന്നത്. അത്തരം ഒന്നിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത്, ഒരല്പമെങ്കിലും ഇതിൻ്റെയൊക്കെ ആപത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിച്ചത് വലിയ കാര്യമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മതത്തെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഒരു മതവിശ്വാസം രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ഓരോ ആളുകളെയും സംബന്ധിച്ച് നിങ്ങളുടെ മതം എന്താണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപക്ഷെ 2 തരത്തിലായിരിക്കാം. ഒന്ന്, നിങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മതം എന്ന് പറയുന്ന, മതേതരത്വം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടാമതായി, നിങ്ങൾ മറ്റ് മനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ട് നിങ്ങൾക്ക് ഓരോ മതത്തെയും മനസ്സിലാക്കാനും ആ മതവുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും. മതേതരത്വം എന്ന് പറയുന്ന വലിയ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ പറയുന്ന സാമൂഹ്യനീതിയിലേക്കും ധാർമ്മികതയിലേക്കും ഇസ്ലാം പറയുന്ന എത്തിക്സിലേക്കും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വലിയ നന്മയുടെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തെ മനസ്സിലാക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് മറ്റു മനുഷ്യരോട് ഇടപെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഞാൻ ഒരു മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. ഞാൻ പഠിച്ചത് ഒരു മദ്രസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കൂളിലാണ്. അന്നത്തെ കാലത്ത് അവിടെ ആകെ ഒരു അധ്യാപികയാണ് ഉണ്ടായിരുന്നത്. റുക്കിയ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ഒരു 4ാം ക്ലാസ് വരെ ഞങ്ങളെ പഠിപ്പിച്ചത്. ഒരൊറ്റ അധ്യാപിക, ഏകാധ്യാപക വിദ്യാലയത്തിൽ 4ാം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ് ഞാൻ. എല്ലാം പഠിപ്പിക്കുന്നത് ടീച്ചറാണ്. അതുമായി ബന്ധപ്പെട്ട മദ്രസയിൽ രാവിലെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. പകൽ ഒരു 10 മണി മുതൽ 4 മണി വരെ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും അന്ന് ഒരിക്കൽ പോലും അവര് മതത്തെ പറ്റി ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. അവരൊരിക്കൽ പോലും അവരുടെ മതം എന്താണ് എന്നോ, അല്ലെങ്കിൽ ഇത് ഞാൻ പഠിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളിലാണ് എന്നോ, ഇവിടെ ഒരു പള്ളിയുണ്ട് എന്നോ, ഇവിടെ ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എന്നോ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു 10 വയസ്സിൻ്റെ ഉള്ളിൽ അവിടെ പഠിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരാൾക്ക് പോലും തോന്നാത്ത വിധത്തിൽ അവർ ഞങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുക, ഞങ്ങൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരിക, വാക്കുകൾ പഠിപ്പിച്ചു തരിക, വായിക്കാൻ പഠിപ്പിച്ചു തരിക എന്ന് പറയുന്ന ഏറ്റവും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും മനോഹരമായി ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു സ്കൂൾ ജീവിതത്തിൻ്റെ ഓർമ്മയായി തന്നെ ആ 4ാം ക്ലാസ് വരെയുള്ള ജീവിതം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം അങ്ങനെ ഒരു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അങ്ങനെ ഒരു മതവുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിട്ട് പോലും അതിനെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അറിയാതെയൊക്കെ നമ്മൾ ചിലതിനെയൊക്കെ മനസ്സിലാക്കുക തന്നെ ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഒരു പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്നെയായിരിക്കാം. ഇന്ന് നമ്മൾ ആളുകളോട് ഇടപെടുന്നത്, നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, നമ്മളുടെ വായനകൾ, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ നിലപാടുകളൊക്കെ നമ്മളെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ മതം എന്താണ്, നമ്മുടെ മതേതരത്വ കാഴ്ചപ്പാട് എന്താണ്, മറ്റു മതങ്ങളോടുള്ള സമീപനം എന്താണ് എന്നുള്ളതൊക്കെ പൂർണ്ണമായും വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ എപ്പോഴും ഈ CAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സമരവേദികളിലേക്കും നമ്മൾ, അല്ലെങ്കിൽ അത്തരം ഏത് അപകടത്തിന്റെ സാധ്യതയിൽ നിന്നും നമുക്ക് പോകാൻ കഴിയാത്ത എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അത്തരം സമരസ്ഥലങ്ങളിലേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു വലിയ മാനസികാവസ്ഥ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാരണം അതിൽ മറ്റൊരു കാഴ്ചപ്പാടുമല്ല, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു രാഷ്ട്രീയവുമല്ല, അത് മുന്നോട്ട് വെക്കുന്നത് അപകടത്തിലാകുക എന്ന് പറയുന്ന
നിങ്ങൾ നിങ്ങളുടെ മതം കൊണ്ട്, നിങ്ങളുടെ പേര് കൊണ്ട്, നിങ്ങളുടെ വസ്ത്രധാരണം കൊണ്ട്, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന എന്തെങ്കിലും ഒരു സ്വത്വത്തിന്റെ ഏതെങ്കിലും ഒരു അടയാളം കൊണ്ട് നിങ്ങൾ അപകടത്തിലാകുക എന്ന് പറയുന്ന, ഒരു രാജ്യത്ത് നിങ്ങൾ അപകടത്തിലാകുക എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ ആ അപകടത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഈ രാജ്യം മുന്നോട്ട് വെക്കേണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയം എന്നുള്ള ആത്മബോധത്തിൽ നിന്ന് തന്നെയാണ് അത്തരം സമരവേദികളിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. കാരണം അത് തന്നെയാണ് എന്നും എല്ലാ കാലത്തും എൻ്റെ നിലപാട് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട്, ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ വിവാദം, മെഡിക്കൽ കോളേജിലെ 2 വിദ്യാർത്ഥികൾ ഡാൻസ് കളിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വിവാദം. അതിലൊരാൾ ഒരു ഇസ്ലാം നാമധാരിയായിരുന്നു, അല്ലാതെ അവർക്കാർക്കും വ്യക്തിപരമായിട്ട് അറിയുകയോ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളതോ ആയിട്ടുള്ള ഒരാളല്ല. ഒരാളുടെ പേര് ഇസ്ലാം നാമധാരിയാകുമ്പോൾ അത് ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് അങ്ങേയറ്റം ദുഷ്ടലാക്കോടുകൂടെ പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഭീതിതമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, എത്രത്തോളം അപകടകരമായി മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളുടെ പേര് പോലും അപകടമാകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എനിക്കൊരു മകനുണ്ട്, 5 വയസ്സായ മകൻ. അവന്റെ പേര് മെഹദ് ബാരി എന്നാണ്. അള്ളാഹുവിന് പ്രിയപ്പെട്ട ഇടം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇത് ആ പേര് പോലും അപകടകരമാകുന്ന ഒരു കാലത്ത് നിങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുക, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ ഭാഗമാകുക എന്നുള്ള ഒരു നിലപാട് കൊണ്ട് മാത്രം എടുത്ത ഒരു തീരുമാനം തന്നെയാണ്. കാരണം അത്തരം തീരുമാനങ്ങൾക്ക് പോലും നാളെ അവനും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നൃത്തം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുമായി ഇടപഴകുകയോ ചെയ്യുമ്പോൾ മെഹദ് ബാരി എന്നുള്ള പേര് കാണുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് ചൂഴ്ന്നു പോകാനും നുഴഞ്ഞു പോകാനും അല്ലെങ്കിൽ അവന്റെ ചരിത്രം അറിയാനും താല്പര്യമുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ പിറകോട്ട് ചിന്തിക്കുമ്പോൾ, അങ്ങനെയുള്ള ആളുകൾ അവന്റെ ചരിത്രത്തിലേക്ക് ചിന്തിക്കുമ്പോൾ, അവന്റെ ജന്മത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മനുഷ്യരോട് അവരെ കളിയാക്കി ചിരിക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക്, അത്തരം ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണത് എന്ന് മനസ്സിലാക്കുക കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ രാജ്യത്ത് നിങ്ങളായിരിക്കുക എന്നുള്ളത് അപകടമായിരിക്കും എന്ന് പറയുന്ന ജനാധിപത്യത്തെ നമുക്ക് ഒരു ഘട്ടത്തിലും നമുക്ക് അംഗീകരിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുകയില്ല. കാരണം ഈ രാജ്യം മുന്നോട്ട് വെക്കുന്നത് അതിനേക്കാൾ അല്ലെങ്കിൽ എത്രയോ മനോഹരമായിട്ടുള്ള മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തെയാണ് ഈ രാജ്യം മുന്നോട്ട് വെക്കുന്നത്. ഗാന്ധി പറഞ്ഞ, നെഹ്റുവിനെ പോലെ ഈ ലോകം കണ്ട, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തെ എത്രത്തോളം പ്രായോഗികമായി ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയായ രാജ്യത്തിന്റെ പിന്മുറക്കാരാണ് നമ്മളെന്ന് നമുക്കിന്ന് പറയണമെങ്കിൽ തല കുനിച്ചു നിന്ന് പറയേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനനുവദിക്കാതിരിക്കുക എന്നുള്ള രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് കടക്കേണ്ടത്. അതിന് അവസരം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് കടക്കേണ്ടത്. ആ ഗാന്ധിയും നെഹ്റുവും ഒക്കെ പറഞ്ഞു വെച്ച വലിയ മതേതരത്വ സങ്കല്പത്തിലേക്ക് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടത്. ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിന്റെ നൈതികതയും അതിന്റെ ധാർമ്മികതയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം. ഇന്ത്യ പോലെയുള്ള അങ്ങേയറ്റം മതേതരമെന്ന് നമ്മളൊക്കെ അഭിമാനത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെതിരെ സമരം ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ രാഷ്ട്രീയ നിലപാടായിട്ട് മാറേണ്ട കാലത്തുകൂടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം സൗഹൃദങ്ങളിലേക്ക്, ഇത്തരം സംവാദങ്ങളിലേക്ക്, ഇതൊരു മുതൽക്കൂട്ടാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ പറയുന്ന വാക്കുകളൊന്നും അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന രാഷ്ട്രീയമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കയ്യടികൾക്ക് വേണ്ടിയോ സംസാരിക്കേണ്ട ഇടങ്ങളല്ല. ഇത് അത്തരത്തിലുള്ള ഇടങ്ങളല്ല. ഇത് മുന്നോട്ട് വെക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ആശയ സംവാദത്തിന്റെ, അതെങ്ങനെ ഒരു സൗഹൃദത്തിന്റെ സംഗമമായി മാറുന്നു, എങ്ങനെയാണ് ഒരു മതദർശനത്തെ ചേർത്ത് പിടിച്ച് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഈ ഭൂമിയിൽ മനുഷ്യർ മതത്തെ മനസ്സിലാക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എന്താണ് മതമെന്നും എന്താണ് ഇസ്ലാം എന്നും എങ്ങനെയാണ് ഇതിനെയൊക്കെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് എന്നുള്ളതിന്റെ ഒരു തുറന്നു പറച്ചിലാണ്.
ഇതിൽ സത്യസന്ധമായിട്ടുള്ള 100% സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങളാണ് ഇത് ആവശ്യപ്പെടുന്നത്. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വെളിവാക്കപ്പെടുന്നത് ഓരോ മനുഷ്യനും എങ്ങനെയാണ് സ്വയം നിർമ്മിക്കപ്പെട്ടതെന്നും സ്വയം തിരിച്ചറിയപ്പെട്ടതെന്നും സ്വയം എങ്ങനെയാണ് മതത്തെ അംഗീകരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നതും എന്നുള്ള വലിയ കാഴ്ചപ്പാടുകളിലേക്ക് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത്തരം പരിപാടികൾ കേരളം മുഴുവൻ നടക്കുന്നുണ്ട്. കാരണം ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഇത് പറഞ്ഞതുപോലെ നമ്മളൊക്കെ പ്രിയപ്പെട്ട റുക്സാന പറഞ്ഞതുപോലെ 2 ആട്ടിൻകുട്ടികളിരുന്ന് അല്ലെങ്കിൽ 2 ആട്ടിൻകുട്ടികളിരുന്ന് അവർ നേർക്കുനേർ പിന്നെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്ന് എനിക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമായി എന്ന് ചിന്തിക്കുന്ന ചെന്നായ്ക്കളെ പറ്റി തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്ക് ഇടം കൊടുക്കാതിരിക്കാനാണ് നമ്മൾ ചേർന്നിരിക്കേണ്ടത്. ഇതിൽ പങ്കെടുക്കേണ്ടതും ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഇതിനെ ഏറ്റവും വലിയ ആശയത്തിൻ്റെയും ദാർശനികതയുടെയും നിലപാടുകളായി നിർത്തേണ്ടതും ഒരു പക്ഷേ ഈ മതത്തിൽ അല്ലെങ്കിൽ ഈ മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരല്ല, ഇതിന് പുറത്ത് നിൽക്കുന്നവർ. ഞാൻ എപ്പോഴും CAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളിൽ പറയാറുണ്ട്, അപകടത്തിലാകുന്നത് ഒരു ജനവിഭാഗമാകുമ്പോൾ അത് അവർ നോക്കിക്കൊള്ളും അല്ലെങ്കിൽ അത് അവരുടെ കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ഈ രാജ്യത്തുള്ളിടത്തോളം കാലം ഈ രാജ്യത്തിന് ഒരു കാലത്തും ശാപമോക്ഷം കിട്ടുകയില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ആരാണോ അപകടത്തിലാകുന്നത് അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സ്ഥൈര്യത്തിലേക്കാണ്, ആത്മബലത്തിലേക്കാണ് ഓരോ മനുഷ്യരും വരേണ്ടത്. ആ മനുഷ്യരെയാണ് നമ്മൾ അല്ലെങ്കിൽ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ആ മൂല്യങ്ങളെ വിശ്വസിക്കുന്ന മനുഷ്യരെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുക. അത്തരം മൂല്യങ്ങളിലേക്ക്, മൂല്യബോധങ്ങളിലേക്ക് നമുക്ക് ഉണരാൻ സാധിക്കട്ടെ, നമുക്ക് മാറാൻ സാധിക്കട്ടെ. ഈ പരിപാടിയിൽ വന്ന് ഇത്ര നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ, നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ, ഏറെ നേരം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കുറെ കൂടെ സമയം ഇവിടെ ഇരിക്കണം എന്നുണ്ട്, മറ്റു സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകേണ്ടതുണ്ട്. എങ്കിൽ പോലും വലിയ സന്തോഷവും വലിയ മാനസികമായി തരുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് തരുന്ന ഊർജവും ആവേശവും ഒക്കെ ഒരുപാട് വലുതാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.